ഭീകരരെത്തിയെന്ന സംശയത്തെ തുടർന്ന് ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള വിമാനത്തിൽ തെരച്ചിൽ നടത്തി. ഇന്ത്യ നൽകിയ വിവരത്തെ തുടർന്നാണ് ശ്രീലങ്കൻ എയർലൈൻസ് പരിശോധന നടത്തിയത്. സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് ശ്രീലങ്കൻ എയർലൈൻസ് അറിയിച്ചു. ചെന്നൈയിൽ നിന്ന് ഉച്ചയ്ക്ക് 11:59 കൊളംബോയിലെത്തിയ UL 122 നമ്പർ വിമാനത്തിലാണ് ഭീകരർക്കായി തെരച്ചിൽ നടത്തിയത്. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധന 3 മണിക്കൂറിലധികം നീണ്ടു. പിന്നാലെ പരിശോധന സ്ഥിരീകരിച്ച് ശ്രീലങ്കൻ എയർലൈൻസ് വാർത്താക്കുറിപ്പിറക്കി. ചെന്നൈ എയർപോർട്ട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ തേടുന്ന ഭീകരനായാണ് തെരച്ചിൽ നടത്തിയതെന്നാണ് വാർത്താക്കുറിപ്പിലുള്ളത്. ആരെയെങ്കിലും കസ്റ്റഡിയിലെടുത്തതായോ സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടെത്തിയതായോ വാർത്താക്കുറിപ്പിലില്ല. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 6 പേർക്ക് വേണ്ടിയായിരുന്നു തെരച്ചിലെന്ന് ശ്രീലങ്കൻ പോലീസ് വക്താവ് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഇവർ ചെന്നൈയിലെത്തിയിരുന്നു എന്ന സൂചന ശക്തിപ്പെടുത്തുന്നതാണ് ഈ റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ബന്ദാരനായകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 ചെന്നൈ.